പഴയ കാലത്തെ ആയുസ്സിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70-80 എന്നൊക്കെയാണ് ഉള്ള കണക്കായിരുന്നു. എന്നാൽ ഇന്ന് അത് 50ലേക്ക് എത്തി നിൽക്കുകയാണ്. പല ആൾക്കാരും 50ന് മുമ്പായിട്ട് മരണപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 50 കടന്നാൽ തന്നെ വലിയൊരു സംഭവമായിട്ടാണ്, ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി എത്തിയിരിക്കുകയാണ്. കൂടുതലും ആളുകൾക്ക് ഇപ്പോൾ വരുന്നത് കുഴഞ്ഞു വീണ് മരിക്കലാണ്. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതായത് ഭക്ഷണ രീതിയിലുള്ള പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇതെല്ലാം. അപ്പോൾ അതിനാൽ നിങ്ങളുടെ ഭക്ഷണ രീതി പഴയ രീതിയിലേക്ക് വരുത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ ഹോട്ടൽ ഫുഡുകൾ മറ്റേ പല വീടുകളും ഈ ഓൺലൈൻ ബുക്കിംഗ് വഴി വീട്ടിൽ വരുത്തി കഴിക്കുന്നത് ഇഷ്ടപ്രകാരം കണ്ടുവന്നിട്ടുണ്ട്. ഇവർ രുചി കൂട്ടാൻ വേണ്ടി പല സാധനങ്ങളും ചേർക്കും. അത് ചില ആളുകൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനാൽ ഇത്തരം ഫുഡുകൾ എപ്പോഴും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വല്ലപ്പോഴും ഒരിക്കലും കഴിക്കുന്നത് കുഴപ്പമുണ്ടാവില്ല. അതുപോലെ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക. കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നതാണ് ഈ ക്യാൻസറിൻ്റെയും അവസ്ഥ വളരെ പ്രശ്നത്തിൽ തന്നെയാണ്, വളരെ കൂടുതൽ തന്നെയാണ് ഇപ്പോഴത്തെ മരണ റേറ്റ്. മൂന്നാമത് വരുന്നതാണ് വണ്ടികൾ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട് ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും. ഈ വണ്ടികൾ ഉപയോഗിച്ച് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പലരും കൈക്കൂലി കൊടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് വണ്ടി ഓടിക്കാനോ എങ്ങനെ റോഡിൽ മര്യാദ പാലിക്കണമെന്നോ അറിയാത്ത ആൾക്കാരാണ്. അവർ വന്ന് വണ്ടിയെടുത്ത് പല അപകടങ്ങളും വരുത്തി വയ്ക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനിയെങ്കിലും ഗവൺമെൻറ് ഓടിക്കാൻ അറിയാവുന്നവർക്ക് ലൈസൻസ് കൊടുക്കുന്ന സിസ്റ്റം കൊണ്ടുവരണം. ചിലപ്പോൾ ഈ കാർ കമ്പനിക്കാരും വാഹന കമ്പനികളെല്ലാം ഇതിനെതിരെ നിന്നേക്കാം. അവരുടെ സമ്മർദ്ദം മൂലമായിരിക്കാം പെട്ടെന്ന് ലൈസൻസ് കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.